2026 അവരുടെ പുതിയ റിപ്പോർട്ടാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ സ്വന്തമായി ഇൻ്റലിജൻസ് വിങ്ങോ ചാരന്മാരോ ഉള്ള സംഘടനയല്ല സിപ്രി. റോ പോലെയുള്ള CIA പോലുള്ള ഒരു ചാരസംഘടനയുമല്ലത്. എന്നിട്ട് ഭാരതം അതീവ രഹസ്യമായി സൂക്ഷിച്ച ഈ തന്ത്രപ്രധാനമായ നീക്കം അവർ എങ്ങനെ അറിഞ്ഞു? വാണിജ്യ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്നുമാണ് തങ്ങൾക്ക് ഈ വിവരം ലഭിച്ചതെന്നാണ് സിപ്രി ഔദ്യോഗികമായി അവകാശപ്പെടുന്നത്. എന്നാൽ അന്താരാഷ്ട്ര നയതന്ത്രം അറിയുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ കൊണ്ട് മാത്രം ഒരു മിസൈലിനുള്ളിൽ ആണവ പോർമുന ഘടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി കണ്ടെത്തുക അസാധ്യമാണ്. അപ്പോൾ പിന്നെ സിപ്രിക്ക് ഈ വിവരം നൽകിയ ആ അജ്ഞാതനായ ഉദ്യോഗസ്ഥൻ ആരാണ്? അവിടെയാണ് ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ പേര് ഉയർന്നു വരുന്നത്. രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എങ്ങനെ കാക്കണമെന്നും എപ്പോൾ എങ്ങനെ പുറത്തുവിടണമെന്നും അജിത് ഡോവലിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഡോവലിനെ കുറിച്ച് പ്രതിരോധ ലോകത്ത് പറയുന്ന ഒരു പ്രശസ്തമായ കഥയുണ്ട്. അദ്ദേഹം രാവിലെ കാപ്പി കുടിക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ്റെ ISI എന്താണ് ചെയ്യുന്നതെന്ന് തിരക്കും. ഉച്ചഭക്ഷണത്തിന് മുൻപ് ചൈനയുടെ PLA അതിർത്തികളിലും ചൈനയ്ക്കുള്ളിലും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് വാഷിംഗ്ടൺ ഇന്ത്യക്കിട്ട് എന്ത് പണിയാണ് ഒപ്പിക്കുന്നതെന്ന് പരിശോധിക്കും. ഇതാണ് അജിത് ഡോവലിൻ്റെ പ്രവർത്തന ശൈലി. അങ്ങനെയുള്ള ഒരു കടുത്ത രാജ്യസ്നേഹിയായ മനുഷ്യൻ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആണവ രഹസ്യം ചുമ്മാതങ്ങ് അങ്ങാടിയിൽ പാട്ടാക്കില്ല എന്ന് ഏതൊരാൾക്കും അറിയാം.